എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ മമ്മൂക്ക രജനികാന്ത് കോംബോയിലെത്തിയ തമിഴിലെ എക്കാലത്തെയും മികച്ച ക്ലാസ് ചിത്രമായ ദളപതിയുടെ 4K റീമാസ്റ്റർ പതിപ്പ് ഇന്ന് വിജയകരമായിട്ട് 3-ാം ദിവസം പിന്നിടാൻ ഒരുങ്ങുകയാണ്. ചിത്രത്തിന്റെ നൈറ്റ് ബുക്കിംഗ് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ എങ്ങനെയാണ് പോകുന്നത്, ചിത്രത്തിന് നാളെ അഡ്വാൻസ് ബുക്കിംഗ് തമിഴ്നാട്ടിൽ എങ്ങനെയാണ് പോകുന്നത്, അതൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. 33 വർഷങ്ങൾക്ക് ശേഷം ദേവയും സൂര്യയും വീണ്ടും ബിഗ് സ്ക്രീനിലേക്ക് എത്തിയപ്പോൾ വീണ്ടും മികച്ച സ്വീകരണം തന്നെയാണ് തിയേറ്ററുകളിൽ സിനിമാ പ്രേക്ഷകർ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആദ്യ 2 ദിവസങ്ങൾ കൊണ്ട് മാത്രം തന്നെ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്നും ചിത്രം സ്വന്തമാക്കിയത് ഏകദേശം 1,35,00,000 മുകളിലായിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ 3-ാം ദിവസം ചെന്നൈ സിറ്റിയിലെ ബുക്ക് മൈ ഷോ സ്റ്റാറ്റസ് നോക്കുമ്പോൾ, രാത്രി ഷോകളുടെ സ്റ്റാറ്റസ് നോക്കുമ്പോൾ മികച്ച ബുക്കിംഗ് ആണ് ചെന്നൈ സിറ്റിയിലും കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഈ ഒരു സ്ക്രീനിൽ കാണാൻ സാധിക്കും ചെന്നൈ സിറ്റിയിലെ ചിത്രത്തിന്റെ ബുക്കിംഗ് സ്റ്റാറ്റസ് എങ്ങനെയാണ് പോകുന്നതെന്ന്. കഴിഞ്ഞുപോയ 24 മണിക്കൂറിനുള്ളിൽ ബുക്ക് മൈ ഷോയിലൂടെ വിറ്റുപോയത് ഏകദേശം 10,000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ്. അതോടൊപ്പം ഇന്ന് രാത്രി 8:30 ശേഷം ചെന്നൈ സിറ്റിയിൽ മാത്രം ചിത്രം കളിക്കാൻ പോകുന്നത് 14 ഷോകളാണ്. അതിൽ ഇപ്പോൾ തന്നെ 11 ഷോയും ഓറഞ്ച് അലേർട്ട് ഓൾമോസ്റ്റ് ഫില്ലാണ്. ദളപതിയുടെ 4K റീമാസ്റ്റർ പതിപ്പിന്റെ 4-ാം ദിവസമായ ഞായറാഴ്ച നാളെ ചെന്നൈ സിറ്റിയിലും ഗംഭീര അഡ്വാൻസ് ബുക്കിംഗ് ആണ് ചിത്രം നേടിയിരിക്കുന്നത്. ബുക്ക് മൈ ഷോയിലൂടെ നോക്കുമ്പോൾ 62 ഷോയാണ് ചിത്രം നാളെ ചെന്നൈ സിറ്റിയിൽ മാത്രം കളിക്കാൻ പോകുന്നത്. ഇപ്പോൾ തന്നെ 20 ഫാസ്റ്റ് ഫില്ലിംഗ് ഷോ, അതായത് ഓറഞ്ച് അലേർട്ട് ആണ് കാണാൻ സാധിക്കുന്നത്. ഒരു ഷോ മൊത്തം സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. ചിത്രത്തിന്റെ 3-ാം ദിവസമായി ഇന്നും തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് 50 ലക്ഷത്തിന് മുകളിലായിരിക്കും ചിത്രത്തിന്റെ കളക്ഷൻ വരാൻ പോകുന്നത്. നാളെയും ചിത്രത്തിന് മികച്ചൊരു കളക്ഷൻ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നേടാൻ സാധിക്കുമെന്ന് ചിത്രത്തിന്റെ നാളത്തെ അഡ്വാൻസ് ബുക്കിംഗ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്രക്ക് മികച്ചൊരു ബുക്കിംഗ് ആണ് ചെന്നൈ സിറ്റിയിൽ മാത്രം ചിത്രം നേടിയെടുത്തിരിക്കുന്നത്. കർണാടക ബോക്സ് ഓഫീസിലും ഇതേ അവസ്ഥ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കളിക്കുന്ന ഷോകളെല്ലാം മികച്ച ബുക്കിംഗും മികച്ച തിയേറ്റർ ഒക്യുപ്പൻസിയുമാണ് ചിത്രം നിലനിർത്തി കൊണ്ടുപോകുന്നത് ഓരോ ഷോയിലും. എന്തായാലും ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഉറപ്പിക്കുകയാണ്. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.